ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മാംഗോ ജാം ഉണ്ടാക്കാം. ഞാനിവിടെ 2 മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ മാങ്ങയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ മൂവാണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് നല്ല ഫ്ലഷി ആയിട്ട് ആണ് അത്. അതുകൊണ്ട് ഫൈബറൊക്കെ വളരെ കുറവുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ജാം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായിട്ട് പഴുത്ത മാങ്ങയൊന്നുമല്ല, ഇത് പച്ചയാണ്. പച്ച എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്ത് ചൊനച്ച് തുടങ്ങിയിട്ടുള്ള മാങ്ങയായിരിക്കും. ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് തൊണ്ട് ചെത്തി നുറുക്കിയെടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ ചൊനച്ച് തുടങ്ങിയിട്ടുള്ളൂ, നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല. ഇതുപോലുള്ളൊരു മാങ്ങ ഉപയോഗിച്ചിട്ടാണ് ജാം ഉണ്ടാക്കാൻ. ഗ്രാൻഡ് മാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാനിവിടെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. മൂവാണ്ട മാങ്ങ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ചൂട് കയറിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാലും കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു വിസിലൊക്കെ വന്നാൽ മതിയാകും. അത് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കി വെക്കാം. നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ അരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് അങ്ങോട്ട് ഉടയാത്ത ചില കഷ്ണങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് കിടക്കും. പഞ്ചസാരയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അത് ഇതുപോലെ തന്നെ ചിലപ്പോൾ ഉടയൊന്നുമില്ല. ജാമിൽ അങ്ങനെയുള്ള കഷ്ണങ്ങൾ കിടന്നു കഴിഞ്ഞാൽ കൊള്ളൂലല്ലോ. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 250 ഗ്രാം മാങ്ങ കാണും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചൂടാറിയിട്ടാണെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഇതിൻ്റെ കുറച്ച് നാരുകളാണ്. ഇപ്പം തനി നാട്ടു മാങ്ങയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒത്തിരി നാരുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പൾപ്പ് കിട്ടൽ കുറവായിരിക്കും. ചെറുതരം മാങ്ങയായിരിക്കുമല്ലോ. അപ്പം മൂവാണ്ട മാങ്ങയൊക്കെ ആകുമ്പോൾ നല്ല ഫ്ലഷി ഉള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ പൾപ്പൊക്കെ കിട്ടും. അതുപോലെ ഫ്ലഷി ആയിട്ടുള്ള മാങ്ങകൾ വെച്ചിട്ട് വേണം ജാം ഉണ്ടാക്കാനായിട്ട്. ഇത്രയും പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മാംഗോ പൾപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതിനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ച് ജാമാക്കി മാറ്റാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഏകദേശം 250 ഗ്രാം മാങ്ങ ഉണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും തന്നെ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നാലാണ് ജാമിനൊക്കെ ഇത്തിരി മധുരം ഇല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. നന്നായിട്ട് മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് അതേ അളവിൽ തന്നെയുള്ള, മാങ്ങയ്ക്കാണെങ്കിൽ ചെറിയൊരു പുളിപ്പൊക്കെ കാണുമല്ലോ, അപ്പം അതേ അളവിൽ തന്നെ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇതിന് വറ്റി വരണം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ഗ്രാമ്പു, ഏലക്ക. ഇത് ചതയ്ക്കൊന്നും വേണ്ട, ഇത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ജാം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ തിളച്ച് നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തിരി നീളമുള്ളൊരു തവി ഉപയോഗിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്.
നമുക്ക് ഈ ജാമിൻ്റെ പാകം ഒന്ന് നോക്കാം. ഇതുപോലെ ഒരു കുറച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വയ്ക്കുക. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇങ്ങനെ ചരിച്ച് നോക്കുക. ചരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ ഒഴുകി പോരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത ഇത് ഒഴുകി പോരാതെ തന്നെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ആ പാകം, ജാമിൻ്റെ പാകം ശരിയാവുന്നത്. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിപ്പോൾ ഒഴുകിയൊന്നും പോരണില്ല. ഇപ്പോൾ നമ്മുടെ ജാം പാകത്തിനായിട്ടുണ്ട്. അതിൻ്റെ ജാമിൻ്റെ ആ പരുവത്തിലായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടാറി കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഈ ഏലക്കായയും പട്ട ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മാംഗോ ജാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.